നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കുമ്മളി ബ്രാഞ്ചിൽ നിന്നും കോടികൾ തട്ടിച്ചു മുങ്ങിയ മാനേജരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ചക്കുവള്ളം ആറാമേൽ സ്വദേശി വൈശാഖ് മോഹനാണ് അറസ്റ്റിലായത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഇയാൾ. 2021 മുതൽ 2023 വരെ നിക്ഷേപത്തുകയിൽ നിന്നും ചിട്ടിയിൽ നിന്നുമാണ് വൈശാഖ് മോഹനൻ തട്ടിപ്പ് നടത്തിയത്. ബാങ്കിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷം നടത്തിയ പരിശോധനയിലൂടെയാണ് തട്ടിപ്പിന്റെ ചുരുൾ അഴിയുന്നത്. ബാങ്കിന്റെ രസീതുകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്ന് ഇയാൾ വൻതുകകൾ കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഇതൊന്നും ബാങ്കിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചും വൈശാഖ് തട്ടിപ്പ് നടത്തി. കുമളി ബ്രാഞ്ചിൽ മാത്രം 1,49,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് ബാങ്ക് പ്രസിഡന്റ് PR അയ്യപ്പനാണ് പരാതി നൽകിയത്. നിലവിൽ 2 കോടിയിലധികം രൂപ ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ തുക തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വൈശാഖ് ഉറപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. കുമളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് രഹസ്യകേന്ദ്രത്തിൽ നിന്നും വൈശാഖിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്ത് കുമളിയിലെ ബാങ്ക് ബ്രാഞ്ച് ഓഫീസിലെത്തിച്ച വിശദമായ തെളിവെടുപ്പ് നടത്തി. ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചിൽ നിന്നും 28 ലക്ഷം രൂപയും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കി. ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള തട്ടിപ്പുകളിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുമളി.